മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റ ഭീഷണി. നഗരസഭാ ഭരണസമിതി മുസ്ലിം ലീഗ് കൗൺസിലർമാർ തിരുവനന്തപുരത്ത്. മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ നഗരസഭാ പരിധിയിൽ അനധികൃതമായി നിർമ്മാണം നടത്തിയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്നാണ് ലീഗ് കൗൺസിലർമാർ സ്ഥലം മാറ്റ ഓർഡറിനായി തിരുവനന്തപുരത്ത് എത്തിയത്. സെക്രട്ടറിയെ സ്ഥലം മാറ്റാൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഭരണസമിതിയിലെ ചില UDF കൗൺസിലർമാരും തിരുവനന്തപുരത്ത് എത്തി. ലീഗ് കൗൺസിലർമാരുടെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ ചില കോൺഗ്രസ് കൗൺസിലർമാരും അറിയിച്ചു. മണ്ണാർക്കാട് നഗരസഭയിൽ അനധികൃതമായി നിർമ്മാണം നടത്തിയ മുസ്ലിം ലീഗ് മണ്ഡല കമ്മിറ്റി ഓഫീസ് കെട്ടിടം, ന്യൂ അൽമ ആശുപത്രി കെട്ടിടം, പഴേരി കോംപ്ലക്സിന്റെ പിൻഭാഗത്തെ കെട്ടിടം തുടങ്ങി 14ഓളം അനധികൃതമായ കെട്ടിടങ്ങൾ 2024 നോട്ടീസ് നൽകിയതാണെന്നും ആയതിനാൽ അനധികൃതമായി നിർമ്മാണം നടത്തിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നും മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ എത്തേണ്ട ഫയലുകൾ പലതും മുങ്ങിയതായും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതാണെന്നും നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ അറിയിച്ചു. എന്റെ ഓർമ്മയിൽ ഞാൻ ആ രജിസ്റ്റർ കാണാനില്ല. 13 എണ്ണാണ് ഞാൻ ആ രജിസ്റ്ററിൽ കണ്ടെത്തി. അന്ന് ഞാൻ വന്നപ്പോൾ രജിസ്റ്റർ എടുത്തു അവർക്കെല്ലാം നോട്ടീസ് കൊടുത്തിരുന്നു. അതായത് അനധികൃത റെഗുലേഷൻ പറഞ്ഞു കൊടുത്തിരുന്ന കേസ് 13 പിന്നെ എല്ലാ ആഴ്ചയും ഞായറും ശനിയാഴ്ചയും ഇവിടെ നമ്മുടെ ഓവർസിയറിനെ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. അതായത് ഏതൊക്കെ അനധികൃതം നടക്കുന്നുണ്ടോ അതൊക്കെ കണ്ടെത്തി റിപ്പോർട്ട് തരണം എന്ന് തന്നെയാണ് ഞാൻ ഓഫീസ് പ്രൊസീഡിങ്സ് കൊടുത്തിട്ടുള്ളത്. വേണേൽ ആ പ്രൊസീഡിങ്സ് കോപ്പി തരാം. എല്ലാ ആഴ്ചയും ഉണ്ട്. അപ്പൊ ഈ ഏത് വാർഡിൽ പോയി ഏത് റൂട്ടിൽ പോയി എന്നുള്ള റിപ്പോർട്ട് വരെ എനിക്ക് തരാം. കാരണം ഞാൻ ആ റൂട്ടിൽ പോയിട്ട് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാവും വരെ ഞാൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രൊസീഡിങ്സ് ആ കോപ്പി വേണമെങ്കിൽ ഞാൻ തരാം. ഫയലുകൾ മുക്കിയതിൽ മുൻകാലത്തെ ചില ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ഉൾപ്പെടുമെന്നും സെക്രട്ടറിയുടെ നിലപാടിൽ UDF ഭരണസമിതിയിലെ ലീഗ് കൗൺസിലർമാർ എതിർപ്പ് അറിയിക്കുകയും സെക്രട്ടറിയെ ഉടൻ സ്ഥലം മാറ്റുമെന്ന് ഭീഷണി അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ലീഗ് അംഗങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയത് എന്നാണ് അറിയാനായത്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.